ശ്രീ കിഷോർ, എല്ലാ കണ്ണുകളും സൈനിക മേധാവി വഖർ ഉസ് സമനിലേക്ക് നീങ്ങുന്ന ഒരു സമയമാണിത്. കാരണം ഈ ബംഗ്ലാദേശിൽ ഈ ഒരു അട്ടിമറി, ആഭ്യന്തരമായ അട്ടിമറി നടന്നത് മുതൽ വഖർ ഉസ് സമൻ്റെ ഒരു താല്പര്യങ്ങൾ പല രീതിയിലും സംരക്ഷിക്കപ്പെട്ടു പോന്നു. ഒരു പരിധിവരെ ഷെയ്ഖ് ഹസീനയെ സുഗമമായി ഇന്ത്യയിലേക്ക് രക്ഷിച്ച് കൊണ്ടുവരുന്നതിന് പിന്നിലും വഖർ ഉസ് സമൻ്റെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായി തമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇതിനിടയിൽ സൈനിക മേധാവി സ്ഥാനത്തു നിന്ന് ജനറൽ സ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമമുണ്ടായി. മറ്റ് സൈനിക ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ ശ്രമങ്ങൾ നടന്നു. അത് അദ്ദേഹം അതിജീവിച്ചു. അതിന്റെ പിന്നിൽ യൂനുസ് ആണെന്ന് പറയുന്നത് ശരിയാണോ? ശ്രമത്തിന്റെ പിന്നിൽ ഇദ്ദേഹമായിരുന്നു എന്ന് പറയുന്നത്? അതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങളുണ്ട്. ഇദ്ദേഹം വിദേശ യാത്ര നടത്തിയ സമയത്ത് മറ്റ് 5 സമാനമായ മിലിറ്ററി ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ഗൂഢാലോചന നടത്തി 3 പേരെ അദ്ദേഹം ഈ ഭരണകൂടം കോൺഫിഡൻസിലെടുത്തതിന് ശേഷം തിരിച്ചെത്തുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത് തടവിലാക്കാനായിരുന്നു പ്ലാൻ. അത് അദ്ദേഹം മുൻകൂട്ടി അറിഞ്ഞ് അമേരിക്ക ടിപ്പ് ഓഫ് ചെയ്തു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആ ഒരു ടിപ്പ് ഓഫിങ്ങിൽ പങ്കാളിത്തമുണ്ട്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം അത് കണ്ടെത്തി. സമയത്തിന് തന്നെ അതെനിക്ക് തോന്നുന്നത് മധ്യ ആഫ്രിക്കൻ ഏതോ പ്രദേശത്താണ്, കോങ്കോയിലോ സൈഡിലോ മറ്റോ, അവിടെയാണ് അദ്ദേഹം പോയിരുന്നത്. ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു സ്കീം മോണിറ്റർ ചെയ്യാനായി പോയതാണ്. UN പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉണ്ട്, അതിൽ ബംഗ്ലാദേശി സോൾജിയേഴ്സ് ഇൻവോൾവ് ആകുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതാണ്. പക്ഷേ ഇദ്ദേഹത്തോട് ലോയൽറ്റിയുള്ള സേനാ വിഭാഗങ്ങൾ കൺട്രോൾ ചെയ്ത ഒരു എയർപോർട്ടിലാണ്, ധാക്കയുടെ സമീപ പ്രദേശത്തിൽ അദ്ദേഹം വന്നിറങ്ങിയതും. അന്ന് മുതൽ തന്നെ വഖർ ഉസ് സമൻ മനസ്സിൽ കുറിച്ചിട്ടു, യൂനസ് ഒരു നടക്കിത് പോവില്ല, മുഹമ്മദ് യൂനസ് തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലെ മരപ്പാവ മാത്രമായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ ഒരു സൈനിക തലത്തിലുള്ള എല്ലാ പിന്തുണയും അവർ യൂനസിൽ നിന്നും പിൻവലിച്ചത്. ആ ഒരു പിന്തുണ പിൻവലിക്കാൻ അതാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ സൈന്യം ഒരു പ്രത്യേക യൂണിറ്റായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തുടങ്ങിയില്ല, പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഒരു ബാലൻസിങ് ഫാക്ടറായി വന്നിരിക്കുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ പൊളിറ്റിക്കൽ DNA-യിൽ കാര്യമായ മാറ്റമാണ് സമീപകാലത്ത് വന്നത്. ബംഗ്ലാദേശ് ഒരിക്കലും ഒരു ഇസ്ലാമിസ്റ്റ് മൈൻഡ് സെറ്റുള്ള ഒരു ജനവിഭാഗമോ രാഷ്ട്രീയ കക്ഷികളോ ഒന്നും ആയിരുന്നില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സാന്നിധ്യം പോലും അവിടെ പരിമിതമായ തോതിലാണ് ഉണ്ടായത്. പക്ഷേ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നടന്ന ചേഞ്ച് ഇൻ മൈൻഡ് സെറ്റാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ് ഉണ്ടായത് ഒരു ഓർഗാനിക് കാരണങ്ങളാലാണ് എന്ന് തോന്നാമെങ്കിലും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും ബാഹ്യശക്തികളുടെയും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ രഹസ്യമായ അറിവും സമ്മതവും പ്രേരണയും ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തെ മുഹമ്മദ് യൂനസിനെ ഒരിക്കലും ഒരു മോശക്കാരനായി നമുക്ക് കാണാനാവില്ല. ഈ യുണൈറ്റഡ് നേഷൻസ് അദ്ദേഹം ഈ വലിയ ദീർഘകാലം അമേരിക്കയിലായിരുന്നു, നൊബേൽ ലോറിയറ്റാണ്, പീസ് സമ്മാനം കൊണ്ടുവന്നാണ്. അമേരിക്ക വിചാരിച്ചുകൊണ്ട്, ഇന്നത്തെ അമേരിക്കയല്ല, ട്രംപിൻ്റെ അമേരിക്കയല്ല, തൻ്റെ മുൻഗാമിയുടെ ജോ ബൈഡൻ വ്യക്തിപരമായി താല്പര്യമെടുത്തത് കൊണ്ട് മാത്രമാണ് മുഹമ്മദ് യൂനസ് ഇവിടെ വരാനും സാഹചര്യം മാറാനുമുള്ള കാര്യമുണ്ടായത്. അദ്ദേഹം ഒരിക്കലും പൂർണ്ണ എക്സിക്യൂട്ടീവ് പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒന്നുമായില്ല, കേവലം ഉപദേശകൻ മാത്രമാണ്. ഇപ്പോഴത്തെ താൽക്കാലിക ഗവൺമെന്റിന്റെ ഉപദേശകനാണ്. അദ്ദേഹത്തിന് കൊടുത്തിരുന്ന മാൻഡേറ്റ് ഇലക്ഷൻ നടത്തി പുതിയ ജനാധിപത്യ പ്രക്രിയയിലേക്ക് രാജ്യത്തെ നയിക്കുക. പക്ഷേ അതിൽ നിന്നും ഇദ്ദേഹം പിന്നോട്ട് പോകുന്നു എന്ന പരാതി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്കുണ്ട്. അതായത് ബീഗം ഖാലിദ സിയയുടെ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തി ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വീകരിക്കാവുന്ന, അല്ലെങ്കിൽ ഒന്നുകിൽ അവർ നേരിട്ട് അല്ലെങ്കിൽ മറ്റൊരു പരകായ പ്രവേശത്തിലൂടെ ഭരണത്തിലെത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തേടുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം രാജിവെക്കും, മുഹമ്മദ് യൂനസ് രാജിവെക്കും എന്ന ഭീഷണി അന്തരീക്ഷത്തിലുള്ളത്. അതുകൊണ്ടാണ് അങ്ങയുടെ നിരീക്ഷണത്തിൽ എന്തായാലും ഒരു സൈനിക അട്ടിമറി എന്നതിലുപരി പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് സാധ്യത അല്ലേ? അങ്ങനെ വേണം. ഒരു സൈനിക അട്ടിമറി എന്ന് പറയുന്നത് സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ പഴി കേൾക്കേണ്ടി വരുന്നത് ഭാരതമായിരിക്കും. കാരണം വഖർ ഉസ് സമൻ ഇന്ത്യയുമായി നല്ല സൗഹൃദത്തിൽ പോകുന്ന ഒരു മിലിറ്ററി ജനറലാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ മിലിറ്ററി ജനറൽ അസിം മുനീറിനെ കുറിച്ച് നമുക്കത് പറയാനാവില്ല. പക്ഷേ വഖർ ഉസ് സമൻ ആ ഒരു നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു സൈനിക അട്ടിമറി ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇന്ത്യ ഇൻസ്റ്റിഗേറ്റഡ് ഒരു നിലപാടായി മാത്രം അത് ചിത്രീകരിക്കപ്പെടും. അതിന് പിന്നിൽ യാഥാർത്ഥ്യം എന്ത് തന്നെ ആയിരുന്നാലും. അതുകൊണ്ടാണ് അങ്ങനെയല്ല വരാൻ പോകുന്നത്. ഒരു പുതിയ ട്രാൻസിഷനകത്ത് ന്യായമായ അധികാര കൈമാറ്റം ഉണ്ടാകുന്നു എന്ന് സൈന്യം ഇൻഡയറക്ട്ലി
ഉറപ്പുവരുത്തും. അവിടെ ഈ പറയുന്ന യൂനസിൻ്റെ കരങ്ങൾ ബന്ധിക്കപ്പെടും എന്ന ഒരു പേടി മുഹമ്മദ് യൂനസിനുള്ളത് കൊണ്ടാണ്, അദ്ദേഹത്തിന് ഫ്രീ ഹാൻഡ് കിട്ടില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത്. ശരി.